ഹലോ, ഇതാണ് പീക്കോ പാർക്ക്. തമിഴ്നാട്ടിലെ ഏർക്കാടുള്ള ഒരു സുവോളജിക്കൽ പാർക്കാണിത്. ഇവിടെ എൻട്രി ഫീ വരുന്നത് അഡൽട്ട്സിന് 300 റുപ്പീസാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കഫേ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ഫൗണ്ടൈനൊക്കെ ആയിട്ട് നല്ലൊരു കൂൾ വ്യൂ ആണ്. ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് ആനിമൽസ് ഉണ്ട്. ഓസ്ട്രിച്ച്, എമു പോലെയുള്ള വളരെ റെയർ സ്പീഷീസ് എല്ലാം ഇവിടെയുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഏവിയറി തന്നെയാണ്. നമുക്ക് ബേഡ്സിനെയൊക്കെ ഇവിടുന്ന് ഫീഡ് ചെയ്യാനും പറ്റും. കണ്ടാൽ നാടൻ കോഴികളെ പോലെയൊക്കെ ഉണ്ടെങ്കിലും ഇത് പോളണ്ട്, ജപ്പാൻ ഒക്കെയാണ് ഇവരുടെ ഒറിജിൻ വരുന്നത്. ഇവിടെയുള്ള കോഴികളൊന്നും നമ്മൾ മൈൻഡാക്കിയിട്ടില്ലെങ്കിലും ഈ കാണുന്നൊരു കോഴി നമ്മൾ ക്യാമറയായിട്ട് ചെല്ലുമ്പോഴേക്കും ചിറകൊക്കെ വിടർത്തി ഭയങ്കര പോസിംഗ് ആയിരുന്നു. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴത്തേനും ചിറക് വിരിച്ച് വന്നുകൊണ്ട് തന്നെ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 ഏക്കറോളം ചുറ്റളവിൽ വരുന്ന ഈ പാർക്കിൽ കുട്ടികൾക്കൊക്കെ ബേഡ്സിനെയും അനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാം. അതേപോലെ നന്നായി ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. കുറേ അധികം എക്സോട്ടിക് ആനിമൽസും ബേഡ്സും ഒക്കെ ഉണ്ട് ഇവിടെ. ഈ വഴി പോയിട്ടാണ് ഏവിയറിയിലേക്ക് ചെല്ലുന്നത്. ഇവിടെയുള്ള പെറ്റിംഗ് സോണിൽ നിന്ന് നമുക്ക് പപ്പീസിനെയൊക്കെ പർച്ചേസ് ചെയ്യാം. ഈ എമുവിനെയും അതേപോലെ ഫിഷിനെയൊക്കെ നമുക്ക് ഇവിടുന്ന് ഫീഡ് ചെയ്യാൻ പറ്റും. എമുവിനെ ഫീഡ് ചെയ്യുമ്പോൾ കൈ വലിക്കരുതെന്ന് അവിടെയുള്ള ചേച്ചി പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിക്കുന്ന സമയത്ത് അതും പേടിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ പപ്പീസിൻ്റെ ഏരിയയിലായിരുന്നു കൂടുതലും ആൾക്കാരുണ്ടായിരുന്നത്. ദിവാലി ടൈം ആയതുകൊണ്ട് തന്നെ ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. ഇത് മരത്തിൻ്റെ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ്സാണ് ഇവിടെയുള്ളതെല്ലാം. കിന്നി പിഗ്സിനെയൊക്കെ ഞാനിതിന് മുമ്പ് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്കോര റാബിറ്റ്സ്, അങ്ങനെ കുറേ എക്സോട്ടിക് ആയിട്ടുള്ള ആനിമൽസ് എല്ലാം ഉണ്ട് ഇവിടെ. ഇതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. പക്ഷേ ബ്രസീലിയൻ മങ്കീനെ മാത്രം ഫീഡിങ്ങിന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 20th സെഞ്ച്വറിയിലൊക്കെ US അങ്കോര മെയ്ഡ് ഗാർമെൻറ്റ്സിന് വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ റാബിറ്റ്സിനെ ഫീഡ് ചെയ്യാണ് കേട്ടോ ഇവിടെ നിന്നിട്ട്. ഇനി കാണുന്ന ബ്രസീലിയൻ മങ്കീനെയാണ് ഫീഡ് ചെയ്യാൻ പറ്റില്ലാത്തത്. ഈ ഓസ്ട്രിച്ചിനൊക്കെ ഫീഡ് ചെയ്യാം. എന്തോ ഒരു ചെടിയായിരുന്നു ഓസ്ട്രിച്ചിനപ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഈ ഏവിയറിയിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു പർപ്പിൾ ലിക്വിഡിൽ നമ്മൾ കാല് ഡിപ്പ് ചെയ്തിട്ടാണ് കയറുന്നത്. ഇവിടെ എക്സോട്ടിക് ആയിട്ടുള്ള മക്കാവോ, കോക്ടെയിൽ, കുറേ പാരറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്കിവരെ കയ്യിൽ ഫുഡ് വെച്ചിട്ട് ഫീഡ് ചെയ്യാം. ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ അവരെല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഫുള്ളി പറന്ന് നടക്കുന്നുണ്ട്. ഷോൾഡറിലൊക്കെ വന്നിരുന്ന് ഇവർ ഫുഡ് കഴിക്കുന്നത് തന്നെ കാണാൻ നല്ല രസമാണ്. സെപ്പറേറ്റ് ആയിട്ട് അവർക്കൊരു ക്യാബിനും അവിടെ കാണുന്നുണ്ട്. നെസ്റ്റ് പോലത്തെ ക്യാബിൻസ് ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അക്വേറിയമാണ്. അവിടെയും വൈഡ് റേഞ്ച് ഓഫ് അക്വേറിയം ഫിഷസും കാണുന്നുണ്ട്. ഈ ഏവിയറി, കോയ് ഫിഷ് പോണ്ട്, എമു ഫീഡിംഗ് ഒക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഏർക്കാട് പോകുന്നുണ്ടെങ്കിൽ കിഡ് ഫ്രണ്ട്ലി ആയിട്ടൊരു പ്ലേസാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പീക്കോ പാർക്ക് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്.